വേറെ ലെവൽസാണ്. ചാക്കോച്ചൊക്കെ വേറെ കിണ്ണൊക്കെ ഒരു മസ്റ്റബിൾ വാച്ച് പറഞ്ഞാൽ മസ്റ്റബിൾ വാച്ചാണ്. അവിടെ തിയേറ്ററിൽ നിങ്ങൾ ധൈര്യമായിട്ടുണ്ടോ, ഒരിക്കലും വേസ്റ്റ് ആവില്ല. നായകനെ വിറപ്പിച്ച വില്ലന്മാർ, പിന്നെ ക്യാമറ, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, ഭയങ്കര സ്കോർ, എല്ലാം എവറിത്തിങ് ഈസ് ഓഫ് വണ്ടർഫുൾ. ചാക്കോച്ചൻ്റെ ഒരു ഹെവി ഡ്യൂട്ടി പടമാണോ? ചാക്കോച്ചനെ നിങ്ങൾ ഇതുവരെ കണ്ടൊന്നുമല്ല മുതൽ. അവന് ഒരു മോഡലാണ്. കിട്ടില്ല എക്സ്പീരിയൻസിനെ കിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇതുവരെ കണ്ട ചാക്കോച്ചനെ അല്ല ഈ പടത്തിൽ. ട്രെയിലറിൽ കണ്ടതൊന്നും അല്ല, പടത്തിലുണ്ട് ചാക്കോച്ചൻ. എന്താണ് പടം നിങ്ങൾ കണ്ടു നോക്ക്. കിണ്ണം കച്ച സാധനമായിരിക്കും, ഒരു രക്ഷയുടെ സാധനമായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. നമുക്കൊരു കുഞ്ചാക്കോവിൻ്റെ നമുക്ക് ബോഗൻവില്ലേ കണ്ടപ്പോഴേക്കുവേ വേറൊരു ചോക്ലേറ്റ് നമുക്ക് തോന്നിയത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കുഞ്ചാക്കോവിൻ്റെ റഫ് കിടിലനായിട്ടുണ്ട്. കുഞ്ചാക്കോവിനെ കൊണ്ടാണ് പടം മുഴുവൻ പോകുന്നത്. പടം വേറെ ലെവൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. നമ്മുടെ ജെയ്ക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സിനിമയ്ക്ക് ചേരുന്ന മ്യൂസിക്കാണ് പുള്ളി ഇട്ടിരിക്കുന്ന. കിടുപ്പന കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ കിടുപ്പനായിട്ടുണ്ട്. ഇൻ്റർവെൽ വരെ പടം വേറെ ലെവലാണ്. ഇൻ്റർവെൽ ഒരു ശക്കലൊരു ലാഗ് തോന്നി, എന്നാൽ അവസാനം അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കേട്ടോ. അടിപൊളി പടം, ഉഗ്രം പടം. ഹെവി ഡ്യൂട്ടി പടമാണോ? ചാക്കോച്ചൻ്റെ ഹെവി ഡ്യൂട്ടി. ചാക്കോച്ചൻ്റെ പീക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഞാൻ ബോഗൻവില്ലേ കണ്ടപ്പോൾ പുള്ളിക്കൊരു ചോക്ലേറ്റ് ഒരു വീണ്ടും നമുക്ക് തോന്നിയായിരുന്നു. പക്ഷേ അത് അസൽ റഫ് പുള്ളി അസലൊരു പോലീസുകാരൻ്റെ ലുക്ക് കിടലായിട്ടുണ്ട് കേട്ടോ. അടിപൊളി പടം, സൂപ്പർ മൂവി. തിയേറ്റർ വാച്ചബിളായിട്ടും ഒന്നും പറയാനില്ല. അസാധ്യ മേക്കിംഗ് ആണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. ഇലവിഴമ്പഞ്ചിയുടെ ഡയറക്ടറാണ്, അത് ജോസഫിൻ്റെ നായേട്ടൻ്റെ റൈറ്റർ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുഞ്ചാക്കോ ബോബനെ ഈ രീതിയിൽ നിങ്ങൾ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. മേക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ലെവലുണ്ടല്ലോ, അമ്മാതിരി രീതിയിലെ പെർഫോമൻസ്. ജെയ്ക്സ് വിജയുടെ മ്യൂസിക് ഒന്നും പറയാനില്ല. കുഞ്ചാക്കോവിൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ട് ഇറങ്ങിയാണ്. അതിഗംഭീരമായിട്ടുള്ള പടമാണ്. പിന്നെ നമുക്കറിയാം മാർട്ടിൻ പ്രക്കാട്ട് മുമ്പെടുത്ത പോലീസ് സ്റ്റോറികൾ, നമ്മൾ ഇരട്ട, നായാട്ട്, അതുപോലെ പോലീസ് സ്റ്റോറികളുടെ വ്യത്യസ്തത കാണിച്ച 2 സിനിമകളാണ്. പക്ഷേ ഓഫീസർ ഓൺ ഡ്യൂട്ടി കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക കൊമേഴ്ഷ്യലൈസ് ചെയ്ത. നായാട്ടും അതൊക്കെ സബ്ജക്റ്റ് വൈസ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട. ഇത് നല്ല ഹീറോയിസം. അതുപോലെ തന്നെ കുഞ്ചാക്കോവിനൊപ്പം എടുത്തു പറയേണ്ട പെർഫോമൻസാണ് വിശാഖ് നായരും പിന്നെ എന്താ പറയുക ആൻറ്റഗോണിസ്റ്റിൻ്റെ ആ ഒരു ഗ്യാങ്ങും. അവർ അതിഗംഭീര പെർഫോമൻസാണ്. പിന്നെ പടത്തെ എലിവേറ്റ് ചെയ്ത രീതിയിലുള്ള ജെയ്ക്സ് ബിജോയുടെ ബിജിഎം എന്ന് പറഞ്ഞാൽ സിനിമയെ അവസാനം വരെ നമ്മൾ ആ മുൾമുനയിലും ആ ടെൻഷനിലുമാണ്. പിന്നെ അതുപോലെ തന്നെ ശക്തമായൊരു തിരക്കഥയുടെ പിൻബലം ഈ സിനിമയ്ക്കുണ്ട്. കാരണം സിനിമ സ്റ്റാർട്ട് ചെയ്ത അവസാനം വരെ ഒരേ ഒരു ഫ്ലോയിലാണ് പോകുന്നത്. ആ പേസ് കീപ്പ് ചെയ്തതിലും അതുപോലെ തന്നെ ആ കഥയുടെ അവരുടെ ഫാമിലി സ്റ്റോറി ബാക്ക്ഗ്രൗണ്ട് കാണിച്ചതും എല്ലാം കൊണ്ടും പടത്തിന് മൊത്തത്തിൽ നമുക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള തിരക്കഥ. അതുപോലെ തന്നെ ജിത്തു അഷ്റഫിൻ്റെ സംവിധാനം, ഒരു ഫസ്റ്റ് പടമാണ് ഒരു ഡയറക്ടറുടെ എന്ന് ഫീൽ ചെയ്യാത്ത അതിഗംഭീരമായ കൈയടക്കത്തിലുള്ള സംവിധാനം. എല്ലാം കൊണ്ടും പെർഫോമൻസ് കൊണ്ടും കഥ കൊണ്ടും അതുപോലെ തിയേറ്റർ വാച്ചായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടും എല്ലാം കൊണ്ടും ഓഫീസറിനോട്ട് കിടക്കും എന്നാണ് തോന്നുന്നത്. ഒരു ഹെവി ഡ്യൂട്ടിയിലാണ് ഇത്തവണ കുഞ്ചാക്കോ വന്നിരിക്കുന്നത്. മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി.